ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു മോർണിംഗ് വ്ളോഗാണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഒരു മോർണിംഗ് വ്ളോഗാണ്. എൻ്റെ എല്ലാ മോർണിംഗും എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കത്തില്ല. പല ദിവസവും പല രീതിയിലായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ ഫസ്റ്റ് ചിലപ്പം ചായ കുടിച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നേരെ എഴുന്നേറ്റ് വന്ന് തന്നെ കാപ്പി ഉണ്ടാക്കും. പിന്നെ പയ്യെ ചായയും കാപ്പിയൊക്കെ എടുത്ത് റെഡിയാക്കും. ചായ കുടിക്കാനായിട്ട് ചായ ഇടും. അങ്ങനെയാണ് ചില ദിവസങ്ങളിൽ. ഇന്നിപ്പം എന്താ, രാവിലെ തന്നെ മുറ്റം തൂക്കാനായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. നീലൂട്ടൻ ഇപ്പം തന്നെയാണ് പല്ല് തേക്കുന്നത് കേട്ടോ. അവൻ ഓരോ ദിവസം കഴിയും തോറും അവനിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അതിപ്പം കേൾക്കുന്ന അമ്മമാരായ നിങ്ങൾക്ക് തോന്നും, ഓ ഞങ്ങളുടെ കൊച്ചുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ, ഇയാളുടെ കൊച്ചു മാത്രമല്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നമ്മളുടെ മക്കൾക്ക് ഓരോരോ ദിവസം കഴിയുന്തോറും ഓരോ മാറ്റങ്ങൾ വരുമ്പം നമുക്കത് സ്പെഷ്യലായിരിക്കുമല്ലോ ഓരോ അമ്മമാർക്കും. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോവുകയാണ് കേട്ടോ. നീലൂട്ടൻ ഇപ്പോൾ ദാ തനിയെ പല്ല് കേൾക്കാനൊക്കെ തുടങ്ങി. ഇപ്പം തന്നെ നിന്ന് അടുക്കളയിൽ പോയി കൈ കഴുകാനും വാഷ് ബേസിൻ്റെ അവിടെ പോയി കൈ കഴുകാനൊക്കെ ആയി കേട്ടോ. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടും ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ തനിയെ നിന്ന് പല്ല് കേൾക്കും. ഇപ്പോൾ 2 ദിവസം കൊണ്ട് അങ്ങനെയാണ്, തനിയെ നിന്ന് പല്ല് കേൾക്കും. പിന്നെ അവസാനം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തേക്കും കേട്ടോ. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല, ഈ വഴിക്കൊക്കെ പോയോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഇതിപ്പം വൈകിട്ടത്തെ ഒരു കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഞാൻ. അപ്പം ജസ്റ്റ് എടുത്തു വെച്ചപ്പം ഞാൻ വിചാരിച്ചു ഇതെന്നാൽ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പച്ച കളറിലെ മാഗി ഉണ്ടാക്കാനായിട്ട് പോവാം കേട്ടോ. ഗ്യാസിലിരിക്കുന്നത് ചേട്ടായിക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പാണ്. ചേട്ടായിക്കും നീലൂട്ടനും വേണം കുടിക്കാം. പക്ഷെ അവൻ കുടിക്കുമെന്ന് അറിയത്തില്ല, കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട്. നീല് കുടിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും 2 പേർക്കും കൂടി ഞാൻ എടുക്കുക കേട്ടോ. ചിക്കൻ സൂപ്പാണ്. ചിക്കൻ സൂപ്പ് സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് റെഡിയാക്കുന്നത്. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടായി പറഞ്ഞു, എടി അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ പച്ച കളർ മാഗി ഉണ്ടാക്കുന്നത്. മാഗി അത് തന്നെ. നമ്മൾ സാധാരണ ഇവിടെ ഇപ്പിയാണ് വാങ്ങിക്കാറ്. അപ്പം ഇത് കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം അവിടെ ഇരുന്നപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടെന്ന് സംഭവം. പച്ച കളറല്ലേ, നമ്മുടെ പുതിനയിലയുടെ ഒക്കെ ഫ്ലേവറാണെന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഞാനത് തുറന്ന് നോക്കിയപ്പോഴും പച്ച കളറാട്ടോ. അപ്പം 2 മുട്ടയൊക്കെ എടുക്കുന്നുണ്ട്. മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറല്ലേ. അങ്ങനെ ഒരുപാട് ഓയിൽ ചേർക്കുന്നില്ല. ജസ്റ്റ് മുട്ടയൊന്ന് ചെറിയതായിട്ട് എണ്ണയിലൊന്ന് കിണ്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പറയുന്നത്, പീരയാക്കി കൊത്തിയെടുത്തിട്ട് വെള്ളത്തിൽ മാഗി വേവിച്ചെടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ മസാല എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ ഇപ്പി മാഗി പോലെയല്ല, കുറച്ച് വലിപ്പമുള്ള കവറാണ് കേട്ടോ. കുറച്ചധികം മസാലയുണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ പച്ച കളറിലെ മാഗി ആയതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാരെങ്കിലും ഈ ഒരു പച്ച കളറിലെ മാഗി ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. എനിക്ക് ഇപ്പം കുറച്ച് നാളുകൊണ്ട് എനിക്ക് മാഗി ഇഷ്ടമായിരുന്നു, ഞാൻ കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒട്ടും എനിക്ക് പറ്റുന്നില്ല കേട്ടോ. എനിക്കെന്തോ കഴിക്കാനായിട്ട് പിടിക്കുന്നില്ല വയറിനും. അപ്പോൾ ഞാൻ കഴിക്കത്തില്ല കേട്ടോ ഇത്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അതാ നമ്മുടെ മാഗി ഇവിടെ റെഡിയായി. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു. നമ്മുടെ സാധാ മാഗി കഴിക്കുന്നതിനും ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമായി. ഇലയുടെ ഒരു ചെറിയ ടേസ്റ്റും ഒക്കെ വരുന്നുണ്ട്. എന്നും പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല, നമുക്ക് കഴിക്കാൻ പറ്റും. എനിക്ക് ചേട്ടായിക്കും ഇഷ്ടപ്പെട്ടു, നീലൂസിനും ഇഷ്ടപ്പെട്ടു കേട്ടോ. 2 പേർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ സംഭവം കൊള്ളായിരുന്നു. വലിയ തരക്കേടൊന്നും ഇല്ലായിരുന്നു. പിന്നെ മാഗി ഇപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് കഴിക്കാം. അവർക്ക് വലിയ ഇഷ്ടക്കേടോ ഒന്നും വരത്തില്ല. കാരണം അവർക്ക് ഇഷ്ടപ്പെടും. സംഭവം പച്ച കളറിലൊക്കെ ഇരിക്കുന്നതുകൊണ്ടേ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പിറ്റേ ദിവസം, 2ാമത്തെ ദിവസത്തെ മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. ഇന്നതാ മുറ്റം തൂക്കാനൊന്നും ഞാൻ ഇറങ്ങില്ല. ഞാൻ പറഞ്ഞില്ലേ, പല ദിവസങ്ങളിലും പല രീതിയിലായിരിക്കും എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇന്ന് ദാ ചായയൊക്കെ കുടിച്ചിട്ട് കാപ്പി ഉണ്ടാക്കുവാണേ. അപ്പവും ഉരുളക്കിഴങ്ങ് കറി ഓൾറെഡി കഴിഞ്ഞ ദിവസം വെച്ച ഉരുളക്കിഴങ്ങ് കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും അപ്പവുമാണ് എടുക്കുന്നത് രാവിലെ. അപ്പോൾ രാവിലെ ഇപ്പം രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും ഫുഡിൻ്റെ കൂടെ എടുക്കുന്ന സാധനമാണ് ചേട്ടാ. ഇപ്പം ഡയറ്റ് ആയതുകൊണ്ട് സലാഡ്സ് എടുക്കാറുണ്ട്. അപ്പോൾ ഒരു കുക്കുംബറും ഒരു ക്യാരറ്റും ഒരു ടൊമാറ്റോയും, ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യും. ഇപ്പം നമ്മുടെ കയ്യിൽ മാങ്ങ ഇരിപ്പുണ്ട്. മാങ്ങ 2 എടുത്തിട്ടുണ്ട്. അത് ഇത്തിരി ഇതാവാറായി. 2-3 ദിവസമായി വാങ്ങിച്ചിട്ട്. അപ്പം ഈ 2 ഒരെണ്ണം വീതമൊക്കെ എടുക്കുന്നത് കൊണ്ട് അതങ്ങനെ ഇരിക്കും. ലാഭത്തിന് കിട്ടിയതുകൊണ്ട് വാങ്ങിച്ചതാട്ടോ. അപ്പോൾ ഒരുമാതിരി ആയതുകൊണ്ട് ഞാൻ പിന്നെ നല്ലത് നോക്കി എടുത്തു. അപ്പോൾ പതിവ് പോലെ തന്നെ നീലൂട്ടനെ പല്ല് തേപ്പിക്കാൻ ഞാൻ ആദ്യമേ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വക ഒരു തേപ്പുണ്ട്, അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതാ എന്നെ നോക്കി ഒരാൾ എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ടോ. ഇവള് പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അങ്ങനെ അവശതയായിട്ട് നിൽക്കുവാ. അപ്പം ഇവിടെ സ്ഥിരം വരുന്ന ആളാണ്. എൻ്റെ പഴയ വ്ളോഗൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇവള് പ്രസവിച്ചപ്പം കഴിഞ്ഞ തവണ പ്രസവിച്ചപ്പം നമ്മുടെ വീട്ടിലായിരുന്നു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കിടത്തിയിരുന്നത്. അതൊക്കെ ഞാൻ വ്ളോഗിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നീലൂട്ടനെ ഈ രാവിലെ പല്ലൊക്കെ ഞാനൊന്ന് തേപ്പിക്കുകയാണ്. പിന്നെ അവൻ തനിയെ തേക്കും കേട്ടോ. പക്ഷേ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഞാനും കൂടി ഒന്ന് പല്ല് തേപ്പിച്ച് കൊടുക്കും. അപ്പോൾ ഈ പൂച്ച ഉണ്ടല്ലോ എന്നെ നോക്കി ഇങ്ങനെ കിടക്കും കേട്ടോ. എന്താണ് ഈ ചെയ്യുന്നത് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അവളിങ്ങനെ നോക്കി കിടക്കുക പൂച്ചയുടെ മണ്ടയ്ക്ക്. അങ്ങനെ കാലൊക്കെ കഴുകണമെന്ന് പറഞ്ഞ് കാലൊക്കെ കഴുകിച്ച് ഇനി എടുത്തോണ്ടൊരു പോക്കുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ആ നനഞ്ഞ കാലോടെ ചെരുപ്പിട്ടുകൊണ്ട് ഇറങ്ങാൻ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ലേ. അപ്പം അങ്ങനെ അതും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ബായ്.